അലൈക്കും സലാലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിദിലല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദന്മാർ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMICയുടെ സമ്പത്തായ റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു തആല ഞാൻ ദുആ ചെയ്തതും പറഞ്ഞതും കേട്ടതും ഇനി പറയാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും എല്ലാം സ്വാലിഹായ അമലായി സ്വീകരിച്ച് ഇരുലോകത്തും സന്തോഷത്തിൻ്റെയും ഇസ്സത്തിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരായി ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ KMIC കുടുംബ മിത്രാദികൾക്കും നമുക്ക് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരുപാട് സഹോദരിമാരുടെ ആവശ്യം പരിഗണിച്ച് ഹൈളുമായി ബന്ധപ്പെട്ട വിഷയം അരമണിക്കൂർ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഒരുപാട് സഹോദരിമാർ വ്യക്തമായി എഴുതി വെക്കാനും ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിലേക്ക് ഞങ്ങൾക്കു കാരണമാകുന്നുണ്ട് എന്ന സന്തോഷം അറിയിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മണിക്കൂർ ക്ലാസിന്റെ ടൈമുണ്ട്. ഇൻഷാ അല്ലാഹ് ഹൈളുമായി ബന്ധപ്പെട്ട മസ്അല അരമണിക്കൂർ മാത്രം. ആ അരമണിക്കൂർ നിങ്ങൾ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ഒരൊറ്റ മസ്അലയാണ് ഞാൻ ഇന്ന് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് തെറ്റുധാരണകളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു പരിധിവരെ ഒരുപാട് എക്കാശക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ നൂലാമാലകളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ ഒരു പരിഹാരം ലഭിക്കുന്ന ഒരു വിഷയം മാത്രമാണ് ഇൻഷാ അല്ലാഹ്. അത് നന്നായി എന്നൊക്കെ നമ്മുടെ മലേഷ്യക്കാരൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസ്അലയാണത്. അതായത് പലവർക്ക് വേണ്ടപ്പെട്ട മറ്റു ചില മസ്അലകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. അതിന്റെ മുന്നോടിയായി ഒരു കാര്യം ഞാൻ ഉണർത്തുന്നു. ലഅസ്തസ്ഹിലന്ന സഅബ ഔ ഉദിരിക്കൽ മുന ഫമൻ ഖാദത്തിൽ ആമാലു ഇല്ലാ ലിസ്വാബിരി. അത് വലിയ ഒരു ചിന്തയിലേക്ക്, വലിയ ഒരു ആശയത്തിലേക്ക് ആ ഒരു കവിത, ആ ഒരു ബൈത്ത് നമ്മെ ക്ഷണിക്കുകയാണ്. ലഅസ്തസ്ഹിലന്ന സഅബ, ഞെരുക്കമായ കാര്യങ്ങളെ ഞാൻ എളുപ്പമാവാൻ ശ്രമിക്കും. ഔ ഉദിരിക്കൽ മുന, മരണത്തെ ഞാൻ എത്തിക്കുന്നതുവരെ. എത്ര ഞെരുക്കമായ കാര്യങ്ങളാണെങ്കിലും, അത് പ്രവൃത്തിയിലാണെങ്കിലും വിജ്ഞാനത്തിലാണെങ്കിലും മറ്റു മേഖലകളിലൊക്കെയുമാണെങ്കിലും, ഞെരുക്കമായ കാര്യത്തെ എന്റെ മരണം വരെ ഞാൻ അത് എളുപ്പമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഫമൻ ഖാദത്തിൽ ആമാലു ഇല്ലാ ലിസ്വാബിരി, ആഗ്രഹങ്ങൾ വഴിപ്പെടുകയില്ല, വയങ്ങുകയില്ല, അനുസരിക്കുകയില്ല. ഇല്ലാ ലിസ്വാബിരി, ക്ഷമാശീലർക്കല്ലാതെ. നല്ലോണം ക്ഷമിക്കാൻ സാധിക്കുന്നവർക്ക് അവനവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭൗതികമായ വിജയമാണെങ്കിലും പാരത്രികമായ വിജയമാണെങ്കിലും വിജയം ആരു ലക്ഷ്യം വെക്കുന്നുവോ ആ വിജയത്തിലേക്ക് എത്താൻ നല്ലോണം അധ്വാനിക്കേണ്ടി വരും. നമ്മുടെ ആഖിറത്തിലെ വിജയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമാണല്ലോ നിസ്കാരം, അല്ലെ? അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാഹ് ഔ കമാ ഖാൽ. ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനോട്, ഒരു അടിമയോട് ആദ്യമായി ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. പ്രവൃത്തിപരമായ കാര്യങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ അല്ല. ആ നിസ്കാരം ഒരു വഖത്ത് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഗൗരവം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ അല്ലാഹുവേ ഇനി ഒരു വഖത്ത് നിസ്കാരം ഖളാ ആകുന്ന അവസ്ഥയും
രുത് ഹറാമായ സമയത്ത് എന്റെ ഒരു വഖ്ത് നിസ്കാരം സംഭവിക്കാനും പാടില്ല. അത് നമ്മുടെ വലിയ ആഖിറത്തിലെ വിജയത്തിലെ വലിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ സങ്കീർണമെന്ന് പറഞ്ഞാൽ ഇത്ര സങ്കീർണമായ ഒരു വിഷയം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മറ്റൊരു വിഷയമില്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട രക്തങ്ങളുടെ നിയമങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രയാസം നല്ലോണം ആലോചിച്ച് ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ വെച്ച് കുറെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ വകയായി ഉണ്ടാക്കി എന്നിട്ട് ഞാൻ പറയുന്നത് ആസ്പദമാക്കി നിങ്ങൾക്കുണ്ടാകുന്നതിന് വിധികൾ കണ്ടെത്താനും എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പറ്റാവുന്ന സമയത്ത് പറ്റുന്നവരോട് പറ്റാവുന്ന രൂപത്തിൽ ചോദിച്ചു മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുന്നു. നമ്മുടെ ഖലീൽ നീരോലി എന്ന ഐഡിയയിൽ നമ്മുടെ ക്ലാസ് റൂമിനെ എപ്പോഴും സജീവമാക്കുന്ന ഒരു ഐഡിയയാണ് ഖലീൽ നീരോലി. അദ്ദേഹം ഇന്നലെ രാത്രി എനിക്ക് വിളിച്ചിട്ട് ഒരു സന്തോഷം അറിയിച്ചു. അദ്ദേഹം സിറാജുൽ ഹുദ ദഅ്വ കോളേജ് വിദ്യാർത്ഥിയാണ്. അല്ലാഹു ദീനീ രംഗത്ത് പ്രവർത്തിക്കാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ആരോഗ്യവും ആഫിയത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ മിഞ്ഞാനേറ്റ ഈ ക്ലാസ് കേൾക്കാൻ ഒരുപാട് സഹോദരിമാർ ഒരുമിച്ചുകൂടി. ആ കേട്ട സഹോദരിമാരൊക്കെയും അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് തീർക്കാൻ എന്തു മാർഗം, ഞങ്ങൾക്ക് മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെയും നമ്മുടെ ഖലീൽ നീരോലിയോട് ചോദിച്ചത്രേ. അദ്ദേഹം പറഞ്ഞു അത് ഏതായാലും KMIC-യിൽ നടക്കൂല. സാന്ദർഭികമായി അങ്ങനെ പലർക്കും ആഗ്രഹമുണ്ട് KMIC-യിൽ മൈക്കെടുക്കാൻ. ഞാനും കരീം ഉസ്താദും ഷൗക്കത്ത് സഖാഫി എന്നുള്ള കാലത്തോളം ആരും അതിന് മെനക്കെടണ്ട എന്ന് എല്ലാവരോടും സാന്ദർഭികമായി അറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് എല്ലാവരോടും പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾക്കുള്ള സംശയം വിശദമായി ഒരു കടലാസിൽ എഴുതി നമ്മുടെ KMIC-യിലുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ടവർക്ക് നിങ്ങൾ എത്തിക്കുക. അവർ അത് ഇൻഷാ അല്ലാഹ് വ്യക്തമായി എഴുതി PM-ലൂടെയോ അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറ്റാവുന്ന മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ അറിയിക്കും. അതുകൊണ്ടുള്ള ഉപകാരം, ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കതിന് ഉത്തരങ്ങൾ പറയുമ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് അത് ഉപകരിക്കുമല്ലോ ചോദ്യോത്തരങ്ങൾ. ആ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് ഒറ്റ കാര്യം പറയുള്ളൂ കേട്ടോ. അത് ചിലപ്പം പല ഉദാഹരണങ്ങളും പറയുമ്പോൾ അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ 20 മിനിറ്റ് ആയേക്കാം. അത് ഒരുപാട് നൂലാമാലകൾ കെട്ടഴിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെയും ശ്രദ്ധിക്കുന്നവരും ഒക്കെ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടി ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി, എനിക്ക് തുടക്കത്തിൽ നമ്മുടെ KMIC-യിൽ ഇത്തരം മസാലകളൊക്കെയും പറഞ്ഞ ആ ഒരു ആവേശം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇതിങ്ങനെ പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞതല്ലേ എന്നൊരു ഭാവന വരുമ്പോ ഇനി പത്രം മതി എന്നൊരു തോന്നല് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി ആ ഭാവന ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പുതിയ ശ്രോതാക്കളെ പരിഗണിക്കണമല്ലോ. ഏതായിരുന്നാലും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 15 ദിവസത്തിനേക്കാൾ അധികരിച്ച് ഹൈലിൽ നിന്ന് ഏറ്റവും അധികരിച്ച ദിവസമാവുന്ന 15 ദിവസത്തേക്കാൾ അധികരിച്ച് രക്തം പുറപ്പെടുമ്പോഴും പ്രസവ രക്തത്തിൽ നിന്ന് ഏറ്റവും അധികരിച്ച ദിവസമാകുന്ന 60 ദിവസത്തിനേക്കാൾ അധികരിച്ച് രക്തം പുറപ്പെടുമ്പോഴും അങ്ങനത്തെ സഹോദരിമാരെ മഹാന്മാരാകുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ 7 ഇനങ്ങളായി തിരിക്കുന്നു. അത് നമ്മൾ പറഞ്ഞു, പലവരും മനസ്സിലാക്കി വെച്ചു. അൽഹംദുലില്ലാഹ്. ഈ 7 ഇനങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ
ഈ 15 ദിവസത്തേക്കാൾ അധികരിച്ചു പുറപ്പെടുന്ന രക്തവും 60 ദിവസത്തിനേക്കാൾ അധികരിച്ചു പുറപ്പെടുന്ന രക്തവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം അഥവാ ശക്തി കൂടിയ രക്തം ഏത്, ശക്തി കുറഞ്ഞ രക്തം ഏത് എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്ന സ്ത്രീയാണെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ ശക്തി കൂടിയത് ഹൈളും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി തീരുമാനിച്ച് ശക്തി കൂടിയത് ഹൈലാണെന്ന് വെക്കുമ്പോൾ ആ സമയത്ത് ഹറാമായ കാര്യങ്ങളൊക്കെയും ഉപേക്ഷിച്ച് ജീവിക്കുകയും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്താണെന്ന് വെക്കുമ്പോൾ ഒരു മുസ്ലിമത്ത ഏകദേശം 40 കലതും വാസന അങ്ങനെയാവാം. ഇവയിൽ നിന്ന് ഓരോന്നും എന്താവാം, വാങ്ങിനൊക്കെയുമാവാം. ഇങ്ങനെ നിന്ന വാസന ഇല്ലാതാൽ ഒരു പെണ്ണ് അതുപോലെ തന്നെ ഇവിടെ കറുപ്പ രക്തമാണ്. ഒന്നുകൂടി അതിന്റെ ഇടയിൽ ഒരു പിടി കൂടിയ പോല എന്നല്ല, ആ ഇടയിൽ ലക്ക് പത്തവും ചുവന്ന രക്തവും കറു കുറഞ്ഞ രക്തവും
ആയി അവസാനം ആകെ പെരുക്കി കൂട്ടിയാൽ 1024 കോലത്തിൽ ഒരു പെണ്ണിൽ നിന്ന് ഹൈലു രക്തം പുറപ്പെടാം എന്ന് ഷറുഖാവി, അതുപോലെ തന്നെ ജമൽ, അതുപോലെ തന്നെ ബുജൈരിമി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും നോക്കിയാൽ കാണാം. ഇത് മനസ്സിലായല്ലോ. ഇനി ഞാൻ ചിന്തിക്കേണ്ടതെന്താ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതിൽ ശക്തി കൂടിയത് ഹൈലും ശക്തി കുറഞ്ഞത് എന്തും ഇസ്തിഹാലത്തുമായി തീരുമാനിക്കേണ്ട രൂപം പറഞ്ഞല്ലോ. ഇവിടെ കറുപ്പും ചുവപ്പും നോക്കുകയാണെങ്കിൽ, ഞാൻ അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് തിരിത്തോ, ഈ 2 രക്തം എടുക്കുക. കറുപ്പ് നിറത്തിലുള്ള രക്തവും ചുവപ്പ് നിറത്തിലുള്ള രക്തവും നോക്കിയാൽ കറുപ്പ് രക്തമാണ് ശക്തി കൂടിയത്. എന്താ, ഞാൻ ഒന്നുകൂടി അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് പറയാൻ. ഈ ശക്തി കൂടിയത് എന്ന് പറയുമ്പോ ചില സാധാരണക്കാരെന്ത് മനസ്സിലാക്കും? തോന പോരുന്ന രക്തം, കുറച്ചു പോരുന്ന രക്തം. അങ്ങനെയല്ല. നമ്മൾ പറയാ നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത്, അല്ലെങ്കിൽ ആ തേപ്പ് കൂടെ വെള്ളം വരുന്നത് ഒരു ശക്തി പോരാ എന്നല്ല. ആ ശക്തിയല്ലത്. അധികരിച്ചു പോരുക അല്ലെങ്കിൽ കുറഞ്ഞു പോരുക, ആ മയനാക്കുള്ള ശക്തിയും അശക്തിയും അല്ല. പിന്നെന്താണ്? നിറവ്യത്യാസം നോക്കി, വാസന വ്യത്യാസം നോക്കി, കറ്റ് വ്യത്യാസം നോക്കിയിട്ടാണ് ഈ രക്തങ്ങളുടെ ഇടയിൽ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും തീരുമാനിക്കേണ്ടത്. ആ നിലക്ക് പറയുമ്പോൾ എന്തായി? കറുപ്പ് രക്തവും ചുവന്ന രക്തവും നോക്കി, കറുപ്പ് രക്തവും ചുവന്ന രക്തവും നോക്കുമ്പോൾ കറുപ്പ് രക്തം ശക്തി കൂടിയതാണ്, ചുവപ്പ് രക്തം എന്താകുന്നു? ശക്തി കുറഞ്ഞതാകുന്നു. മനസ്സിലായോ? ഇനി അങ്ങക്കത് തിരിയാനൊരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞ ഈ മസല എല്ലാവർക്കും തിരിയും. ഒരു പെണ്ണിന് 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ രക്തം കണ്ടു. 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ രക്തം കണ്ടു. അപ്പൊ എന്തായി? 15 ദിവസത്തേക്കാൾ അധികമായല്ലോ. അപ്പൊ ഈ പെണ്ണ് ഇവിടെ തീരുമാനിക്കണം, ഈ സ്ത്രീക്ക് കാണുന്ന രക്തങ്ങൾ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും വേർതിരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. നോക്കി ഈ സ്ത്രീക്ക് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ കറുത്ത നിറത്തിലാണ് രക്തം പുറപ്പെട്ടത്. 11-ാം തീയതി മുതൽ 20-ാം തീയതി, അത് 20-ാം തീയതി ആവാം, 16-ാം തീയതി വരെ ആയാൽ മതി. എന്നാലിപ്പോ നമ്മുടെ മസാല ശരിയാവും. 15 ദിവസത്തിനേക്കാൾ അധികമാകാനുള്ളൂ. 20-ാം തീയതി എന്നുള്ളത് ഫുഖാക്കൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. 20-ാം തീയതി ആയിക്കോട്ടെ, ഒരു ബർക്കത്താലോ. മഹാന്മാർ പറഞ്ഞൊരു ഉദാഹരണം എടുത്തു പറയുമ്പോ അതിനൊരു ബർക്കത്തുണ്ടല്ലോ. ആ നിലയ്ക്ക് നമുക്ക് ആ ഉദാഹരണം തന്നെ എടുക്കാം. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഒരു സ്ത്രീക്ക് കറുത്ത നിറത്തിലും 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ സാധാ ചുവന്ന നിറത്തിലുമാണ് രക്തം കണ്ടത്. അപ്പൊ ഈ പെണ്ണ് ഇവിടെ തീരുമാനിക്കേണ്ടത് എന്തല്ല, പല സഹോദരിമാരും തീരുമാനിക്കുന്നത് പോലെ 15 ദിവസം ഹൈലും 5 ദിവസം ഇസ്തിഹാലത്തും അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത്. മറിച്ച് ഈ പുറപ്പെട്ട 20 ദിവസങ്ങളിലായി പുറപ്പെട്ട രക്തം ശക്തി കൂടിയത് ഏത്, ശക്തി കുറഞ്ഞത് ഏത് എന്ന് നോക്കി ശക്തി കൂടിയത് ഹൈലും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ അടിസ്ഥാനത്തില് ചുവപ്പ് രക്തത്തിനേക്കാൾ ശക്തി കൂടിയതാണ് കറുപ്പ് രക്തം. അപ്പോൾ ഈ ഉദാഹരണത്തിൽ ഈ സഹോദരി 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഹൈലുകാരിയാകുന്നു. 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഈ സഹോദരി ഇസ്തിഹാലത്ത് രോഗിയുമാകുന്നു. കാരണം ശക്തി കൂടിയ രക്തം 10 ദിവസം, ആദ്യത്തെ 10 ദിവസം. ശക്തി കുറഞ്ഞ രക്തം ഇളം ചുവപ്പ്, അത് 2ാമത്തെ പ്രാവശ്യവും. അപ്പൊ ഈ സഹോദരി 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ എന്താകുന്നു? ഹൈലുകാരിയും 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇസ്തിഹാലത്തുകാരിയുമാകുന്നു. മരിച്ചാണെങ്കിലോ ചോദ്യം വരും. എന്റെ റേഡിയോ ശ്രോതാക്കൾക്ക് ചോദ്യം വന്നേക്കാം,
ഞാൻ തീയന്തിട്ടതുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് ചോദ്യം അയക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. ഉസ്താദെ, ഒരു പെണ്ണിന് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ചുവന്ന നിറത്തിൽ രക്തം പുറപ്പെടുകയും 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കറുത്ത നിറത്തിൽ രക്തം പുറപ്പെടുകയും മരിച്ചും മൈക്കൂടെ ആവാം. ഫുഖാക്കൾ പറയുന്നു, അങ്ങനെ വരുന്ന കോലത്തിൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പെണ്ണ് ഇസ്തിഹാലത്തുകാരിയും 11-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ആ സ്ത്രീ ആരുമാകുന്നു ഹൈലുകാരിയുമാകുന്നു. ഇവിടെ ശക്തി കൂടിയത് ആദ്യം വന്നോ അവസാനം വന്നോ എന്നതിലേക്കല്ല നോട്ടം. പിന്നെ അല്ല, ആദ്യം വന്നത് ഹൈല്, പിന്നീടുള്ള ഇസ്തിഹാലത്ത് അങ്ങനെയല്ല. ശക്തി കൂടിയത് ഏത്, അതാണ് ഏത് ഹൈല്. ശക്തി കുറഞ്ഞത് ഏത്, അതാണ് ഇസ്തിഹാലത്ത്. അപ്പൊ ചിലപ്പം അത് ആദ്യമാവാം അവസാനമാവാം. ഇവിടെ ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ. ഇവിടെ ഒരു മസ്അല ഞാൻ ഇതിൽ വെച്ചെന്നാൽ ഈ വിഷയം വളരെ വ്യക്തമായി എല്ലാവർക്കും തിരിയും. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആദ്യമായി രക്തം കാണുകയാണ് എന്ന് നിങ്ങൾ വെക്കുക. ഒരു പെൺകുട്ടിക്ക് ആദ്യമായി രക്തം കാണുക. ആ കാണുന്ന തുടക്കം മുതൽ 1-ാം മുതൽ 10-ാം തീയതി വരെ ഈ സ്ത്രീക്ക് ചുവന്ന നിറത്തിൽ രക്തം പുറപ്പെട്ടു. ഇനിയോ 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെ, 20-ാം തീയതി പോകട്ടെ, 16-ാം തീയതി വരെ കറുത്ത നിറത്തിലും രക്തം പുറപ്പെട്ടു. എന്നാ അവിടുത്തെ വിധി എന്താണെന്നറിയുമോ? ഈ പെണ്ണിന് ആദ്യമായി രക്തം പുറപ്പെടുകയാണ്. അപ്പൊ ആ പെണ്ണ് എന്തു ചെയ്യണം? 1-ാം തീയതി മുതൽ, ഒരു മാസത്തിൽ 1-ാം തീയതി നമുക്ക് എളുപ്പം റൗണ്ടായുള്ള തീയതി പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഇങ്ങനെ രക്തം കണ്ടു, ആ ചുവന്ന നിറത്തിലാണ്. ആ പെണ്ണ് എന്തു വേണം? 15 ദിവസം വരെ പ്രതീക്ഷിക്കണം. കാരണം ആദ്യമായിട്ട് രക്തം ഉണ്ടാവുകയാണല്ലോ. അപ്പൊ അക്സറുൽ ഹൈളാകുന്ന 15 ദിവസം വരെ ആ പെൺകുട്ടി എന്തു വേണം? പ്രതീക്ഷിക്കണം. ഇത് 15 ദിവസം ആയിരിക്കും എന്റെ മെൻസസ് പീരിയഡ്. ഇത് മുന്നേ ഉണ്ടായി പരിചയം ഇല്ലല്ലോ. അപ്പൊ 15 ദിവസം വരെ പ്രതീക്ഷിക്കുക. പശുരം പുറപ്പെടുകയാണ് എങ്കിൽ ശ്രദ്ധിച്ചോളൂ രക്ഷിതാക്കന്മാരെ, അവനവന്റെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന, ഇന്ന് പലവർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ്, അനുഭവം വെച്ചിട്ടാണ്. ഈ സന്ദർഭങ്ങളിൽ മസ്അല പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. ആ നിലയ്ക്ക് ഞാൻ ബോധ്യപ്പെടുത്തുന്നു. ഈ കുട്ടിക്കുണ്ടായത് എങ്ങനെയാണ്? 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ചുവന്ന നിറം, 11-ാം തീയതി മുതൽ പിന്നെ കറുത്ത നിറം. ആ പെൺകുട്ടി എന്തു ചെയ്യണം? ആദ്യമായി രക്തം പുറപ്പെടുന്നവരായതുകൊണ്ട് 15 ദിവസം വരെ കാക്കണം. 15 ദിവസം വരെ കാത്തു, പക്ഷേ രക്തം നിന്നില്ല. 16-ാമത്തെ ദിവസവും രക്തം വരികയാണ്. പക്ഷേ ഇവിടെ 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെ കറുത്ത നിറത്തിലാണ് രക്തം വന്നത്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ചുവന്ന നിറത്തിലുമാണ് രക്തം വന്നത്. 16-ാമത്തെ ദിവസം ഈ രക്തം നിന്നതിനു ഈ രക്തം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എന്തു വേണം? 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള നിസ്കാരങ്ങൾ ഈ പെൺകുട്ടി ഖളാ വീട്ടൽ നിർബന്ധമാകുന്നു. എന്തേ കാരണം? ഈ പെൺകുട്ടിക്ക് ആദ്യമായി രക്തമുണ്ടാകുകയാണ്. ആ കാണുന്ന രക്തത്തിന്റെ ഇടയിൽ വേർതിരിച്ചറിയാനുള്ള കഴിവുമുണ്ട്. അഥവാ നിറവ്യത്യാസം കൊണ്ട് ശക്തി കൂടിയതേത്, ശക്തി കുറഞ്ഞത് എന്നറിയാനുള്ള മാർഗമുണ്ട്. ഈ മാർഗം ഉപയോഗിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കുട്ടിക്ക് ഇസ്തിഹാലത്തും 2-ാമത്തെ പ്രാവശ്യം കുട്ടിക്ക് ഹൈളുമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ചുവന്ന നിറത്തിൽ രക്തം പുറപ്പെട്ട ദിവസങ്ങളിലുള്ളതായ നിസ്കാരങ്ങൾ കുളിച്ചു ശുദ്ധിയായതിനു ശേഷം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഈ കുട്ടിക്ക് ഈ മസ്അല പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നാളെ ആഖിറത്തിൽ ഈ കുട്ടി പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മെ ഹാജരാക്കുമെന്ന കാര്യം മറന്നു പോവണ്ട.
അത് ഞാൻ നിങ്ങൾക്ക് ഈ മസ്അല ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതും മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണ സഹിതം വിശദീകരിച്ചു എന്ന് മാത്രം. അപ്പൊ ആകത്തുക ഹൈള് രക്തം 5 നിറത്തിൽ പുറപ്പെടാം. ഈ 5 നിറത്തിൽ പുറപ്പെടുമ്പോൾ ഇവിടെ കറുപ്പിനാണ് ശക്തി ചുവപ്പിനേക്കാൾ, ചുവപ്പിനാണ് ശക്തി ഇളം ചുവപ്പിനേക്കാൾ, ഇളം ചുവപ്പിനാണ് ശക്തി മഞ്ഞയേക്കാൾ, കലർപ്പിനേക്കാൾ ശക്തി മഞ്ഞക്കാകുന്നു. ഇനി വാസനയുള്ളതും വാസനയില്ലാത്ത രക്തവും പുറപ്പെടുമ്പോൾ വാസനയോട് കൂടെയുള്ള രക്തമാണ് ശക്തിയുള്ള രക്തമായി പരിഗണിക്കുക. അപ്പോൾ ഉദാഹരണം പറയാ. അതുപോലെ തന്നെ കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും നോക്കുമ്പോൾ കട്ടിയുള്ള കറുപ്പ് രക്തം പോലത്തതാണ് ശക്തി കൂടിയതായി പരിഗണിക്കുക. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതെന്താ? ഈ ശക്തി കൂടിയത് ശക്തി കുറഞ്ഞത് എന്നു തീരുമാനിക്കേണ്ടത് നിറവും വാസനയും കട്ടിയും നോക്കിയിട്ടാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, 15 ദിവസത്തിനേക്കാൾ ഹൈള് രക്തം പുറപ്പെടുമ്പോൾ, അതുപോലെ തന്നെ 60 ദിവസത്തിനേക്കാൾ തുടർച്ചയായി പ്രസവരക്തം പുറപ്പെടുമ്പോൾ ഈ 2 കോലത്തിലും 7 വിഭാഗങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങൾ ശക്തി കൂടിയ രക്തവും ശക്തി കുറഞ്ഞ രക്തവും നോക്കി ഹൈളും ഇസ്തിഹാലത്തും അല്ലെങ്കിൽ നിഫാസും ഇസ്തിഹാലത്തും വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പല സഹോദരിമാർക്കും ഇത്തരം അവസ്ഥകളുണ്ട്, കേൾക്കുന്നവരുടെ കൂട്ടത്തിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനപരമായ തത്വം എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഇനി ഒരു പലപ്പോഴും പലവരും ചോദിച്ചും കൊണ്ട് പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വിധിയിലേക്കൊക്കെ വരാം, ഞാൻ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ. ഇപ്പൊ പല സഹോദരിമാരുടെയും ഒരു പ്രശ്നം എന്താ? കുറച്ചു ദിവസം 4-5 ദിവസം രക്തം പുറപ്പെടും, പിന്നെ വെറും മഞ്ഞല്ല, ചുവപ്പുമല്ല, അല്ലെങ്കിൽ കറുപ്പുമല്ല, ഒന്നുമല്ലാത്ത രൂപത്തില് വെറും ഒരു ദ്രാവകം മോഡലിൽ മാത്രം 2 ദിവസം ഒരു കൊഴുപ്പ് കാണുന്നു, അതല്ലെങ്കിൽ ഒരു ദിവസം കാണുന്നു. ഇങ്ങനത്തെ വിഷമഘട്ടങ്ങളിൽ റബ്ബേ ഇത് എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എക്കാശക്കായി നിൽക്കുന്ന എത്രയോ സഹോദരിമാർ ഈ സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നിന്റെയും വിശദീകരണം അതിനനുസരിച്ച് വരും. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പ്രയാസമുള്ളത് വീണ്ടും ചോദിച്ചു മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഇതു സംബന്ധമായി ഒരു കാര്യം കൂടി എല്ലാവരും അറിയേണ്ടതുണ്ട്. എന്താ അറിയേണ്ടത്? നമ്മൾ പറഞ്ഞു, ഇങ്ങനെ 15 ദിവസത്തിനേക്കാൾ അധികരിച്ചു പുറപ്പെടുന്ന രക്തം, 60 ദിവസത്തിനേക്കാൾ അധികരിച്ചു പുറപ്പെടുന്ന പ്രസവ രക്തം, ഇവ രണ്ടിന്റെയും മെതയിൽ ഇങ്ങനെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡമുണ്ടെങ്കിൽ ശക്തി കൂടിയത് എന്ത്? ഹൈള്, അല്ലെങ്കിൽ ശക്തി കൂടിയത് പ്രസവരക്തം, ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്ത് എന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞല്ലോ. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പോ മനസ്സിലാവാത്ത കുഴപ്പമുണ്ടാവില്ല. ആ മനസ്സിലാക്കിയവരോട് ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇങ്ങനെ ശക്തി കൂടിയത് ഹൈളായി പരിഗണിക്കണമെങ്കിൽ 3 നിബന്ധനയുണ്ട്. പടച്ചോനെ പറ്റിച്ച ഇനിയും കൂടുക, ഇനിയിപ്പോ ഗൗരവം കൂടുക. അതാ ഞാൻ ആദ്യം ചൊല്ലിയത്, ഔ ഉദിരിക്കൽ മുന ഫമൻ ഖാദത്തിൽ ആമാലു ഇല്ലാ ലിസ്വാബിരീ. കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പൊ നമ്മൾ ആകെ പറഞ്ഞതെന്താ? ശക്തി കൂടിയത് ഹൈളായി തീരുമാനിക്കണം, ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തായി തീരുമാനിക്കണം. ശക്തി കൂടിയതിന്റെ മാനദണ്ഡം എന്താണ്? വാസന, നിറം, കട്ടി പോലോത്തത് നോക്കിയിട്ടാണ് ശക്തി കൂടിയതിനെ തീരുമാനിക്കുക. ഹൈള് രക്തം 5 നിറത്തിലായി പുറപ്പെടാം. ഓരോ നിറവും ഇന്ന നിറത്തേക്കാൾ ശക്തി കൂടിയതാണ് എന്നും പറഞ്ഞല്ലോ.
ഈ ശക്തി കൂടിയത് ഹൈലായി പരിഗണിക്കണമെങ്കിൽ ഇതിന്റെ പുറമെ 3 നിബന്ധന യോജിക്കണം. ഒന്നാമത്തെ നിബന്ധന, ശക്തി കൂടിയ രക്തം 24 മണിക്കൂർ ചുരുങ്ങാതിരിക്കുക. കാരണം ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂറാണല്ലോ. അപ്പോ ശക്തി കൂടിയ രക്തം ഹൈലായി പരിഗണിക്കാനുള്ള ഒരു നിബന്ധന, ശക്തി കൂടിയ രക്തം 24 മണിക്കൂർ ചുരുങ്ങാതിരിക്കുക. രണ്ടാമത്തെ നിബന്ധന, ശക്തി കൂടിയ രക്തം 15 ദിവസത്തേക്കാൾ അധികമാവാതിരിക്കുക. മൂന്നാമത്തെ നിബന്ധന, ശക്തി കുറഞ്ഞ രക്തം തുടരെയുള്ള 15 ദിവസത്തേക്കാൾ ചുരുങ്ങാതിരിക്കുക. ഒന്നും കൂടി എഴുതി വെച്ചോളൂ. എഴുതി വെക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് എന്ന നിലക്ക് ഞാൻ എഴുതുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയുന്നു. ആദ്യം പറഞ്ഞത് ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അതായത് ശക്തി കൂടിയത് ഹൈലായി പരിഗണിക്കണം ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ. ആ ശക്തി കൂടിയ രക്തം ഹൈലായി പരിഗണിക്കാനുള്ള നിബന്ധന 3. ഒന്ന്, ശക്തി കൂടിയ രക്തം 24 മണിക്കൂറിൽ ചുരുങ്ങാതിരിക്കുക. രണ്ടാമത്തെ നിബന്ധന, ശക്തി കൂടിയ രക്തം 15 ദിവസത്തേക്കാൾ അധികമാവാതിരിക്കുക. മൂന്നാമത്തെ നിബന്ധന, ശക്തി കുറഞ്ഞ രക്തം തുടരെയായി 15 ദിവസത്തേക്കാൾ ചുരുങ്ങാതിരിക്കുക. ആ ഒരു നിബന്ധന തിരിയാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സ്ത്രീക്ക് 14 ദിവസം രക്തം കണ്ടു. 14 ദിവസം രക്തം കണ്ടു. ആദ്യത്തെ 20 മണിക്കൂർ ശ്രദ്ധിച്ചോ, ഷൗക്ക സഖാഫി മാതിരി ശ്രദ്ധിച്ചോളൂ. 20 മണിക്കൂർ കറുത്ത രക്തം കണ്ടു. ബാക്കിയുള്ള ഫുള്ളായിട്ട് ചുവന്ന നിറത്തിലുള്ള രക്തം കണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഇപ്പൊ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മളൊരു നിബന്ധന പറഞ്ഞു, ശക്തി കൂടിയ രക്തം ഹൈലായി പരിഗണിക്കണം. കറുപ്പും ചുവപ്പും നോക്കുമ്പോൾ ശക്തി കൂടിയത് കറുപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോലത്തിൽ ഈ കറുത്ത രക്തം എന്തല്ല? ഹൈലല്ല. എന്തേ കാരണം? ശക്തി കൂടിയ രക്തമാകുന്ന കറുപ്പ് രക്തം ഏറ്റവും ചുരുങ്ങിയ 24 മണിക്കൂർ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എത്ര മണിക്കൂർ എന്തായിട്ടുള്ളൂ? 20 മണിക്കൂർ. 16 ദിവസത്തിൽ നിന്ന് 20 മണിക്കൂർ മാത്രമാണ് കറുപ്പ് രക്തം കണ്ടത്. ബാക്കിയെല്ലാം ശക്തി കുറഞ്ഞതായ ചുവപ്പ് രക്തമായി മാറിയിട്ടുണ്ട്. ഇവിടെ ശക്തി കൂടിയത് ഹൈലായി പരിഗണിക്കാനുള്ള 3 നിബന്ധനകളിൽപ്പെട്ട ഒരു നിബന്ധനയാകുന്ന 24 മണിക്കൂർ ചുരുങ്ങാതിരിക്കുക, കുറയാതിരിക്കുക എന്ന നിബന്ധന ഇവിടെ ഒക്കാത്തത് കൊണ്ട്, ശരിയാവാത്തത് കൊണ്ട്. എന്തേ ശരിയാവാതിരുന്നത്? 20 മണിക്കൂറേ കറുപ്പ് രക്തം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സ്ത്രീയുടെ ഹൈല് രക്തം ഇവിടെ ഈ 20 മണിക്കൂറത്തെ കറുപ്പ് രക്തം അല്ല. ഒന്ന്. ഇനിയോ 15 ദിവസത്തേക്കാൾ കൂടാതിരിക്കുക എന്നും പറഞ്ഞല്ലോ രണ്ടാമത്തെ നിബന്ധന. നമ്മൾ എന്ത് പറഞ്ഞു? ശക്തി കൂടിയ രക്തം ഹൈലാവാൻ 15 ദിവസം കൂടാതിരിക്കുക. അതും കൂടി ഒന്ന് പറയാ. ഒരു സ്ത്രീക്ക് 17 ദിവസം രക്തം കണ്ടു. ദമാമിലുള്ള സ്ത്രീകൾ അറിയിച്ചതുപോലെ 17 ദിവസം രക്തം കണ്ടു. പക്ഷേ 16 ദിവസവും എന്താണ്? 16 ദിവസവും കറുപ്പ് നിറത്തിലാണ് രക്തം കണ്ടത്. ഒരു ദിവസം ചുവന്ന നിറത്തിൽ രക്തം കണ്ടു. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ മാനദണ്ഡം എന്താണ്? ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ വരുമ്പോൾ കറുപ്പ് അല്ല, ശക്തി കൂടിയത് ഹൈല്, ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞു. ആ നിയമവും ഇങ്ങോട്ട് ബാധകമല്ല. കാരണം എന്ത്? 16 ദിവസം കറുപ്പും ഒരു ദിവസം ചുവപ്പും
ഇവിടെ ശക്തി കൂടിയ രക്തം ഹൈളാവാനുള്ള നിബന്ധന ശരിയായിട്ടില്ല. എന്താണ് നിബന്ധന? 15 ദിവസത്തേക്കാൾ ശക്തി കൂടിയ രക്തം അധികമാവാതിരിക്കുക. ഇവിടെ ശക്തി കൂടിയ രക്തമാകുന്ന കറുപ്പ് 16 ദിവസം ഉണ്ടായിപ്പോയി. അപ്പോൾ ഈ പെണ്ണ് ഇവിടെ 16 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഹൈലുകാരിയും ബാക്കി 2 ദിവസം ഇസ്തിഹാലത്തുകാരിയും എന്നല്ല നിബന്ധന. അപ്പൊ ആ പെണ്ണിന്റെ നിബന്ധന പൊന്നാര ഉസ്താദെ പിന്നെ എന്താകും? ആ പെണ്ണിന്റെ നിബന്ധന 7 വകുപ്പിൽ നിന്ന് 2ാമത്തെ വകുപ്പുകാരിയാകുന്ന രക്തങ്ങളുടെ യഥയിൽ വേർതിരിച്ചറിയാൻ കഴിവില്ലാത്ത പെണ്ണാണെങ്കിൽ ആകെ കണ്ട രക്തത്തിൽ നിന്ന് 24 മണിക്കൂർ ഹൈലായി വെക്കുന്ന മസ്അലയുണ്ട്. ആ മസ്അലയിലേക്കാണ് ഈ പെണ്ണിന്റെ നിയമം മാറിപ്പോകുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എഴുതി വെച്ചവരും കൽബിൽ എഴുതി വെച്ചവരും ശ്രദ്ധിക്കുക. 60 ദിവസത്തിനേക്കാൾ പ്രസവരക്തം പുറപ്പെടുമ്പോഴും 15 ദിവസത്തേക്കാൾ ഹൈള രക്തം പുറപ്പെടുമ്പോഴും ഈ 2 കോലങ്ങളിലും ഇത്തരം സഹോദരിമാർ 7 ഇനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇനത്തിന്റെ നിയമത്തിലേക്ക് മാറുന്നതാണ്. ആ 7 ഇനങ്ങളിൽ നിന്ന് ഒരു മാനദണ്ഡമുണ്ട്. അതെന്താ? ശക്തി കൂടിയ രക്തവും ശക്തി കുറഞ്ഞ രക്തവും പുറപ്പെടുന്ന ഒരു പെണ്ണാണെങ്കിൽ ശക്തി കൂടിയത് ഹൈളും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായിട്ട് തീരുമാനിക്കണം. ശക്തി കൂടിയത് ശക്തി കുറഞ്ഞത് എന്നതിന്റെ മാനദണ്ഡം രക്തത്തിന്റെ നിറവും വാസനയും കട്ടിയും നോക്കിയിട്ടാണ്. ഹൈളു രക്തം 5 നിറത്തിൽ പുറപ്പെടാം. 1 കറുപ്പ്, 2 ചുവപ്പ്, 3 ഇളം മഞ്ഞ, ഇളം ചുവപ്പ്, 4 മഞ്ഞ, 5 കലർപ്പ്. ഈ 5 നിറങ്ങളിൽ നിന്ന് കറുപ്പാണ് ഏറ്റവും ശക്തി കൂടിയത്. ഇളം ചുവപ്പിനേക്കാൾ ചുവപ്പാണ് ശക്തി കൂടിയത്. മഞ്ഞയേക്കാൾ ശക്തി കൂടിയത് ഇളം ചുവപ്പാണ്. ഈ നിലക്കാണ് കാര്യങ്ങൾ വേർതിരിക്കേണ്ടത്. അങ്ങനെ ശക്തി കൂടിയത് ഹൈളായി പരിഗണിക്കണമെങ്കിൽ 3 നിബന്ധന. ഒരു നിബന്ധന എന്താകുന്നു? ശക്തി കൂടിയ രക്തം 24 മണിക്കൂറിൽ കുറയാതിരിക്കുക. 2ാമത്തെ നിബന്ധന ശക്തി കൂടിയ രക്തം 15 ദിവസത്തേക്കാൾ അധികമാവാതിരിക്കുക. 3ാമത്തെ നിബന്ധന ശക്തി കുറഞ്ഞ രക്തം തുടരെയുള്ള 15 ദിവസത്തേക്കാൾ ചുരുങ്ങാതിരിക്കുക. ഈ 3 നിബന്ധനകളും ശക്തി കൂടിയ രക്തത്തിന് ഒക്കാതെ വരുമ്പോൾ, ശരിയാവാതെ വരുമ്പോൾ ഇവിടെ വേർതിരിച്ചറിയാതിരിക്കാനുള്ള മാനദണ്ഡം ഇല്ലാത്ത പെണ്ണിന്റെ നിയമം എന്താണോ ആ നിയമത്തിലേക്ക് ഈ പെണ്ണിന്റെ നിയമം മാറുന്നതുമാണ് എന്നുണർത്തി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് പൂർത്തീകരിച്ചിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ പത് പൂർത്തീകരിക്കാൻ ആരും ചോദിക്കരുത്. സ്ഥിരം കേൾക്കുന്നവരുടെ അഭിപ്രായം മാനിച്ച് ഒരു വിഷയം എന്റെ മനസ്സിൽ ഇനി എത്രത്തോളം ഓരോരുത്തർക്കും തിരിഞ്ഞോ എന്നറിയില്ല. ചിലപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അറിയുമ്പോൾ അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മള് ക്ലാസ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതുവരെ ചെന്ന് അവസാനിപ്പിച്ചാൽ ഞാൻ എന്റെ നാദം വർത്താനത്തിലേക്കാണ്ട് നീങ്ങാണ്. പല സഹോദരിമാരും റെക്കോർഡ് ചെയ്യുന്നതായേക്കാം. ചിലതിന്റെ ഫോം വരും. അങ്ങനെയൊക്കെ കുറെ സ്വീപ്പുണ്ട്. ഞാൻ ഒന്ന് പറയാൻ ഒരു ചോദ്യം ചോദിക്കാമോ? ചോദിക്കാം. ഇൻഷാ അല്ലാഹ് മൈക്ക് തരാം. നല്ലതാണ്. ഞാൻ ഒരു കാര്യം ആദ്യം പറയാത്തോ. ഈ വിഷയത്തിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ നോക്കിയിട്ട് തന്നെ പറയുള്ളൂ. കാരണം ചില ചോദ്യങ്ങൾ ഇപ്പോ പല സഹോദരിമാരും എങ്ങനെ മറ്റൊരു മത്സരം എന്നൊക്കെ പറച്ചലുണ്ട്. അതിങ്ങനെ എഴുതി വെച്ച് കിതാബിന്റെ ഇബാദത്തുകളും വെച്ച് ഈ കോലത്തിലാണെങ്കിൽ ഈ സഹോദരിയുടെ ഹുക്കുമ് ഇന്നതായിരിക്കും അല്ലേ എന്ന് നമുക്ക് എന്തെങ്കിലും പറയേണ്ടി വരും.
ചോദ്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ചോദ്യങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ നോക്കാനുള്ള ഒരു അവസരം നമുക്കുണ്ടാവുക. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്റെ റേഡിയോ ശ്രോതാക്കളോട് ഞാൻ 1-2 കാര്യങ്ങൾ ഇന്ന് ഉണർത്തുകയാണ്. ഇനി നെറ്റ് നമ്പറിൽ നിന്ന് 6 മസാല ചോദിക്കാൻ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതല്ല. ആ കാര്യം എല്ലാ ശ്രോതാക്കളെയും ഞാൻ അറിയിക്കും. നിങ്ങൾ ദ്വാരിപ്പിക്കാനോ ഉസ്താദിന് സുഖല്ലേ എന്തൊക്കെയാ ഭർത്താൻ അതിനൊക്കെ നിങ്ങൾ നെറ്റ് ഉപയോഗിച്ചോളി. മസാല ചോദിക്കാനുള്ള ഒരു മസാലയും ഒരു ഫോണും ഞാൻ നെറ്റിൽ നിന്ന് ഉപയോഗിക്കാം. അത് ഞാൻ മറ്റു ചില അനുഭവങ്ങൾ വെച്ചിട്ടാണ്. ചിലരിങ്ങനെ വിളിച്ചിട്ട് ഓൺലൈനിലാണല്ലോ, എവിടെയാണ് കൊടുക്കാൻ പറ്റുകയെന്ന് നോക്കി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ചില അനുഭവം, പിന്നെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളെ കൊടുക്കുകയാണെങ്കിൽ ഓനൊരു ബൈക്കാക്കാല പണി അള്ള തോഫിക്ക് ചെയ്തിട്ട് എന്റെ കണ്ട്. അപ്പോ ടെക്നോളജി എനിക്ക് തീരുവോ ഇല്ല എനിക്ക് എല്ലാവർക്കും തീരും. അതുകൊണ്ട് എന്റെ മുഴുവൻ ശ്രോതാക്കളോടും നെറ്റ് നമ്പറിൽ നിന്ന് ഒരിക്കലും മസാല ഞാൻ പറയുന്നതല്ല. എന്തേ കാരണം എന്നറിയോ? ചിലപ്പം ചില മസാലകൾ നമ്മള് അങ്ങനെയാ, ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല, ഞങ്ങൾക്ക് ചെലവ് അധികം ഉണ്ടാക്കല്ല, എനിക്ക് പറയുന്നത് അത് ഉറപ്പയിക്കണ്, അത് പയച്ചിട്ടില്ല എന്ന് ഒരു ബോധ്യപ്പെട്ടാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ ചില മസാല വയ്ക്കും നമ്മളപ്പോ ഒരു ധാരണയില് മറവിയും പിശകൊക്കെ എല്ലാവർക്കും പറ്റല്ലോ അല്ലേ, അത് സ്വാഭാവികമാണല്ലോ അത്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നീടായിരിക്കും നമുക്ക് ബോധ്യപ്പെടുക, അപ്പൊ അത് അങ്ങനെയല്ലല്ലോ, ഒരു ചെറിയ പേവ് വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ കിതാബ് നോക്കിയപ്പോ അതേമായിക്കല്ലല്ലോ എന്ന് പറയുമ്പോ രണ്ടാമത് ഇയാളൊന്ന് വിളിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നെറ്റ് നമ്പർ ആകുമ്പോ ഒരു സൗകര്യം കിട്ടൂല. പിന്നെ അതാണ് ഒരു മെയിൻ വിഷയം. അതുകൊണ്ട് നിങ്ങൾക്ക് അയലിന്റെ മസല ആയാലും എന്ത് മസലയാണെങ്കിലും നെറ്റിന് അത് നിങ്ങൾ പറയും ഉസ്താദ് അത് പൈസ കൂടുന്നു. നമ്മളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാബുസാറൊക്കെ ഉണ്ട്, നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ചിലപ്പം പറയാറുണ്ട്, കാര്യക്കം ചെയ്താലെ കായ് ഇങ്ങോട്ട് തരണം, ഇത് കായ് ഉണ്ടാക്കാൻ നടക്കുന്ന കാലത്ത് നമ്മളിത് ഉറക്കൊക്കെയാണ്. നമ്മൾ അങ്ങനെ പറയല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ കായ് കൂടിയാൽ
കഴിഞ്ഞ് അത് മാംസപിണ്ഡമായി മാറും. ഇങ്ങനെയാണല്ലോ മനുഷ്യന്റെ ഘട്ടങ്ങള് അല്ലാഹു തആല ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലായി സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 മാസം ഒരു രക്തപിണ്ഡത്തിന്റെ ഒരു അവസ്ഥ, ട്യൂബിൽ ഗർഭം ധരിച്ചു, അത് വ്യക്തമായി നോക്കറ്റ അങ്ങനല്ലേ? പക്ഷെ ട്യൂബിൽ ഗർഭം ധരിച്ച്, എനിക്ക് ആ ചോദ്യത്തിന്റെ ഒരു വ്യക്തമായിട്ടില്ല. ആ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ നമ്പർ കൈവശം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ അത് പറയാം. ഈ ട്യൂബിൽ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞത് നമ്മൾ പഴയ ടെസ്റ്റ് ട്യൂബ് ശിശു ആണോ അല്ലേ ഒന്നുകൂടി വിലയിരുത്തിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നാളെ എന്റെ എപ്പോഴുള്ള ശ്രോതാക്കളോട് ആ ചോദ്യം ഞാൻ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നും കൂടി വായിക്കാം. ട്യൂബിൽ ഗർഭം ധരിച്ചു ട്യൂബ് പൊട്ടിയപ്പോൾ ഓപ്പറേഷൻ ചെയ്തു ഒരാഴ്ചയോളം രക്തം വന്നു, അപ്പോൾ നിസ്കരിക്കാമോ എന്നാണ് ചോദ്യം. അല്ലാഹു തആല ഇൻഷാ അല്ലാഹ് വ്യക്തിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മറ്റു ഭാഗങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമുക്കതിന് ഉത്തരം പറയാം. DNC അതെ പറഞ്ഞല്ലോ, പറഞ്ഞു അബൂ സിനാൻ ഉസ്താദെ പറഞ്ഞു. DNC എന്ന് പറഞ്ഞ അങ്ങനെയാണ്, അലക്കത്തോ മുളകത്തോ ആവണം, അങ്ങനെയാണ് ഇതിന്റെ മസല. ട്യൂബിൽ ഗർഭം ഉണ്ടാവാറുണ്ട്, അത് പുതിയ വിഷയമാണെന്ന് പറഞ്ഞു. ഞാൻ അബൂ സിനാൻ ഉസ്താദ് ഒരു ഇതായിരുന്നു. DNC ചെയ്ത ഉടൻ വരുന്ന രക്തം നിഫാസ് ആണോ? അത് DNC എന്നല്ല അതിന്റെ മസല. അലക്കത്തോ മുളകത്തോ രക്തപിണ്ഡമോ മാംസപിണ്ഡമോ പോന്നാൽ അത് ഓപ്പറേഷൻ വൈക്കാവാം, DNC വൈക്കാവാം, അതല്ലെങ്കിൽ സാധാ നോർമൽ പ്രസവം ആവാം. ഇങ്ങനെ വന്നാൽ അലക്കത്തിനും മുളകത്തിനും രക്തപിണ്ഡത്തിനും മാംസപിണ്ഡത്തിനും അത് ഒരു അസിലു ആദമിയിൻ, ഒരു മനുഷ്യന്റെ അസിലാണ്, അടിസ്ഥാനമാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സ്വീകാര്യയോഗ്യമായ ഒസാത്തികളോ അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ ഡോക്ടർമാരോ പറഞ്ഞാൽ ആ അലക്കത്തും മുളകത്തിന്റെയും ശേഷം വരുന്ന രക്തം പ്രസവ രക്തമാകുന്നു. സാധാരണ പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തത്തിന്റെ നിയമവശങ്ങളും ആ സ്ത്രീയുടെ ഹുക്കുമുകളും രക്തപിണ്ഡവും മാംസപിണ്ഡവും പ്രസവത്തിലൂടെയോ DNCയിലൂടെയോ ഓപ്പറേഷനത്തിലൂടെയോ പുറത്തേക്ക് വന്നാൽ നിയമം ബാധകമാണ്. അലക്കത്തിനും മുളകത്തിനും കുട്ടിയുടെ ഒരു വലതിന്റെ പൂർണ്ണമായ ഒരു സന്താനത്തിന്റെ നിയമമാണ് 3 വിഷയത്തിൽ. ഏതൊക്കെ 3 വിഷയം? 1 നോമ്പ് മുറിയുക, 2 കുലി നിർബന്ധമാകുക, മുയപ്പതും. പിന്നെ രക്തപിണ്ഡവും മാംസപിണ്ഡവും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഗർഭിണിയായ സഹോദരിയെ തലാക്ക് ചൊല്ലിയാൽ, ഒന്ന് പറയാം, ഗർഭിണിയായ സഹോദരിയെ തലാക്ക് ചൊല്ലിയാൽ ആ തലാക്കിന്റെ ഇദ്ദയുടെ കാലാവധി പ്രസവമാകുന്നു. അത് വ്യഭിചാരികളാകുന്ന ഗർഭിണികളല്ലട്ടോ. അവരങ്ങനെ ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനുണ്ട്. നമ്മളിപ്പോ സാധാരണയുള്ള അവസ്ഥ പറയാ, ഗർഭിണിയായ ഭാര്യന്മാരെ തലാക്ക് ചൊല്ലിയാൽ ആ പെണ്ണിൻ്റെതായ ഗർഭം എങ്ങനെയാകുന്നു? പ്രസവിക്കലോടുകൂടെയാണ്. അപ്പൊ അവരെ രക്തപിണ്ഡത്തെയാണ് ഒരു പെണ്ണ് പ്രസവിച്ചത്. 2-3 മാസം അല്ലെങ്കിൽ 2 മാസം ഗർഭിണിയായ ഒരു സഹോദരിയെയാണ് ഒരു ഭർത്താവ് തലാക്ക് ചൊല്ലിയത് എങ്കിൽ മുളഅത്ത് അഥവാ രക്തപിണ്ഡം പ്രസവിക്കൽ കൊണ്ട് ഇദ്ദയുടെ കാലാവധി കഴിയുകയില്ല. നേരെ മറിച്ച് മാംസപിണ്ഡത്തെ പ്രസവിച്ചാൽ എന്താവും? ഇദ്ദയുടെ കാലാവധി കഴിയും. അപ്പൊ മൊത്തത്തിൽ ആകെ മസ്അല എങ്ങനെയായി? രക്തപിണ്ഡവും മാംസപിണ്ഡവും അതുപോലെ തന്നെ പൂർണ്ണമായ വിഷയത്തെയാകുമ്പോൾ കുലി നിർബന്ധമാകുക, അതുപോലെ തന്നെ ശേഷം പുറപ്പെടുന്ന രക്തത്തിന് പ്രസവരക്തം എന്ന നിയമം ബാധകമാകുക. ഇനി രക്തപിണ്ഡവും മാംസപിണ്ഡവും തമ്മിൽ നിയമത്തിൽ വ്യത്യാസമാകുന്നത് രക്തപിണ്ഡം പ്രസവിക്കൽ കൊണ്ട് ഒരു പെണ്ണിന്റെ ഇദ്ദയുടെ കാലാവധി കഴിയുകയില്ല. മാംസപിണ്ഡവും അതുപോലെ തന്നെ കുട്ടിയും തമ്മിൽ ചില നിയമത്തിൽ വ്യത്യാസമുണ്ട്. ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ കുട്ടിയെ പ്രസവിച്ച ഉമ്മാക്ക് ഉമ്മിയത്ത് ഉമ്മ എന്നുള്ള സ്ഥാനം കിട്ടും. ഒരു രക്തപിണ്ഡമോ മാംസപിണ്ഡമോ പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച്
ഉമ്മ മാതാവ് എന്ന നിയമം ബാധകമാകുകയില്ല. പോലോത്ത അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും സമയം അല്പം വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വൈകുന്നേര സമയത്തെപ്പോയെങ്കിലും നമുക്ക് ശരി. അതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതിന്റെ അലി കോത്തക്കല് ഗർഭപാത്രത്തിൽ എത്താതെ അതിനു മുന്നേ കുയലിൽ തന്നെ ഗർഭം ധരിക്കുക. ഏതായാലും ഇൻഷാ അല്ലാഹ് ആ കോലൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഗർഭപാത്രത്തിൽ എത്താതെ അതിനു മുന്നേ കുയലിൽ തന്നെ ഗർഭം ധരിക്കുക. അപ്പൊ ആ പാത്രം എവിടെ വെക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഞാൻ സമയം ഒരുപാട് ആയിട്ടുണ്ട്. അലി കോത്തക്കലും PKH മദനി ഉസ്താദായിരിക്കും. ഇൻഷാ അല്ലാഹ് നിക്ഷേപം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതി നമ്മൾ ആധുനിക ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട്. തീരെ ഗർഭം ധരിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ അല്ലെ, ഭർത്താവിന്റെ ബീജം എടുത്ത് ഭാര്യയിൽ നിക്ഷേപിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അങ്ങനെ ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിച്ചാൽ അതിന് ഉമ്മ ഉപ്പ നിയമവശങ്ങളൊക്കെ ബാധകമാണ്. പക്ഷെ അങ്ങനെ ഒരു ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിക്കുമ്പോ ഒരുപാട് നിബന്ധനകൾ ഉണ്ടാവരെ. അതായത് ഈ ബീജം പുറത്തേക്കെടുക്കുന്ന സമയത്ത് ബീജം അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്തും ആ പ്രവേശന സമയത്തും പുറപ്പെടുന്ന സമയത്തും ആദരവ് ആ മനിയിന് ഉണ്ടാകുക പോലത്തെ നിബന്ധനകളുണ്ട്. കാരണം വിവരമില്ലാത്ത പല ചെറുപ്പക്കാരും ഒറ്റക്ക് ഹോസ്പിറ്റലിൽ പോകും, അവർ ബീജം പുറത്തേക്കെടുക്കും, ലാബിൽ കൊടുക്കും, എന്നിട്ടെന്താക്കും അത് മറ്റ് നിലകൾ സ്വീകരിക്കുന്ന അവസ്ഥകൾ. ചിലപ്പം ഭാര്യയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് അല്പസമയത്തിനു ശേഷം സ്ത്രീയിൽ നിക്ഷേപിക്കുന്ന പല സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ ആധുനിക ചികിത്സാ രീതിയിലുണ്ട്. ഞാൻ കുറെ മുന്നേ അതൊന്ന് ഉണർത്തിയിട്ടുണ്ട്. എങ്കിലും ഒന്ന് സാന്ദർഭികമായി ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നപ്പോ ഒന്ന് പറഞ്ഞതാണ്. ബീജനിക്ഷേപത്തിലൂടെ ഗർഭം ധരിക്കുന്ന സഹോദര സഹോദരിമാർ ആ ബീജനിക്ഷേപത്തും ബീജം പുറപ്പെടുന്ന സമയത്തും ബീജം പ്രവേശിപ്പിക്കുന്ന സമയത്തുമുള്ള ഇസ്ലാമിക നിയമങ്ങൾ പറ്റാവുന്നവരോട് അന്വേഷിക്കണമെന്ന്, അല്ലെങ്കിൽ ഇത്തരക്കാരെ നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ അവരെ ഉണർത്തിക്കൊടുക്കണമെന്നും മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടുകൂടെ ഇന്ന് ഞാൻ തൽക്കാലം മൈക്ക വിടുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, നിങ്ങൾക്കൊക്കെ അറിയാം, തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, തീരെ ഉറക്കമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഒന്നുകൂടി ഒരു ശാരീരികമായി ആരോഗ്യക്കും കുറഞ്ഞ് ഒരു പ്രത്യേകമായ വിറയലൊക്കെ സംഭവിച്ച് ഒരു വളരെ അസ്വസ്ഥതയിലാണ്. ഇപ്പോൾ ഞാൻ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ലാബിൽ നിന്നൊരാളെ കൊണ്ടുവന്ന് രക്തം കൊണ്ടുപോയി അതിന്റെ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ബന്ധപ്പെട്ട പലവരും മാതാപിതാക്കന്മാരും കുടുംബമിത്രാദികളൊക്കെയും പല രോഗികളും പ്രയാസം അനുഭവിക്കുന്നവരുമാണ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കന്മാർക്കും ബന്ധപ്പെട്ടവർക്കൊക്കെയും എല്ലാവിധ ആയുസ്സും ആഫിയത്തും നൽകി ദീർഘകാലം അവർക്കൊക്കെ ഖിദ്മത്ത് ചെയ്ത് സന്തോഷത്തിലായി ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത്, അല്ലാഹു ഇസ്സത്തിന്റെ അഹ്ലികാരിൽ നമ്മെ പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഇൻഷാ അല്ലാഹ് മൈക്ക ഒതുകയാണ്. നിങ്ങളൊക്കെയും ചിലപ്പം നമ്മുടെ KMIC-യുടെ ഗ്രൂപ്പിലുള്ള ഫേസ്ബുക്കിലുള്ളവരൊക്കെയും ആ മൊബൈലിന്റെ സ്ക്രീനിലുള്ള ആ മുസ്ഹഫ് തൊടുന്ന ഖുർആൻ വചനങ്ങൾ തൊടുന്നതിന്റെ ഒരു ഒറ്റവാക്കിലുള്ള നിയമവശം ഹുക്കുമ് നിങ്ങളൊക്കെയും വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. കണ്ടവരോടൊക്കെയും ഒരൊറ്റ കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്. തീരെ ഞൊളില്ലാതെങ്ങനെ മുസാഫ് ആ അയിമത്തോടാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. ചിലപ്പം സ്വാഭാവികമായും നമ്മൾ ദിവസേന പല സൂറത്തുകളൊക്കെ ഓതി പതിവുള്ളവരായിരിക്കും. നമ്മളിപ്പോൾ ഗൾഫ് പോവുകയാണ്, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുക, നമ്മളെ കയ്യിൽ മുസാഫ് ഒന്നുമില്ല, ദിവസേന സൂറത്തുകളൊക്കെ ഓതുന്ന ഒരു വ്യക്തിയാണ്, കാണാതെ അറിയുകയും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈലിൽ ഖുർആനുണ്ട്, അപ്പൊ അത് ഓതാൻ വേണ്ടി ആ സ്ക്രീനിൽ നോക്കി ഓതുകയാണ്. അങ്ങനത്തെ ഘട്ടത്തില് അവരെ ഒളു വേണ്ട. പക്ഷേ നമ്മൾ കഴിവിന്റെ പരമാവധി എല്ലാ സമയത്തും ഖുർആൻ ഓതുമ്പോൾ അത് മുസ്ഹഫ് തന്നെ ആവാൻ ശ്രമിക്കുക.
ഇനി നമ്മുടെ മൊബൈലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഓതുന്നതെങ്കിലും അത് ഒളു ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇങ്ങനെ കുരുങ്ങിയ ഘട്ടത്തിലൊക്കെ ഒരു ആധുനിക സൗകര്യം എന്ന നിലക്ക് അത് ഉപയോഗപ്പെടുത്തി നമ്മൾ ഖുർആൻ ഓതുമ്പോ റബ്ബേ എനിക്ക് ഒളില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സൂറത്തുൽ വാഖിയ ദിവസേന ഓതുന്ന ആളാണ്, എനിക്ക് ഒളില്ല, എന്റെ മൊബൈലിൽ ഖുർആൻ ഉണ്ട്, പക്ഷെ നോക്കി ഓതാൻ ഒളില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഈ ഓത്ത് ഒഴിവാക്കണ്ട. അപ്പൊ അത് എന്നേപ്പാ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതല്ലാതെ ഇനി ഒളില്ല വേണ്ടാനും വിചാരിച്ചിട്ട് വെറുതെ അതും ഒരു തമാശയാക്കി ആരും മാറ്റരുത് എന്ന ഒറ്റ വാക്കിൽ ഇപ്പോൾ ഉണർത്തുകയാണ് ഇൻഷാ അല്ലാ. അതിന്റെ ഒരു വിശാലമായ വിശദീകരണം വൈകുന്നേര സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ഉണ്ടാകും. DNCയുടെ മുമ്പ് ഉണ്ടാവുന്ന രക്തം ഏത് ഇനത്തിൽപ്പെട്ടതാണ്? നമ്മൾ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതായത് പ്രസവ വേദനയോട് കൂടെ പുറപ്പെടുന്ന രക്തം, പ്രസവ വേദനയോട് കൂടെ പുറപ്പെടുന്ന രക്തവും കുറ്റിയോട് കൂടെ പുറപ്പെടുന്ന രക്തവും എന്താകുന്നു? ഇസ്തിഹാലത്താകുന്നു. പക്ഷേ അവരൊരു നിബന്ധനയുണ്ട്. പ്രസവ വേദനയോട് കൂടെ പുറപ്പെടുന്ന രക്തം ഇസ്തിഹാലത്താവാനുള്ള നിബന്ധന ആ രക്തം അതിന്റെ മുമ്പുള്ള സമയത്ത് പുറപ്പെട്ട രക്തത്തിനോട് ചേർത്താൽ ഹൈലാകുകയില്ലെങ്കിലാണ് പ്രസവ വേദനയോട് കൂടെ പുറപ്പെടുന്ന രക്തം എന്തായിത്തീരുക? ഇസ്തിഹാലത്തായിത്തീരുക. അപ്പൊ പ്രസവ വേദനയുടെ മുമ്പ് പുറപ്പെട്ട രക്തത്തിലേക്ക് ചേർത്തിയാൽ ഈ പ്രസവ വേദനയോട് കൂടെ പുറപ്പെട്ട രക്തം ഹൈലാവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രക്തം പ്രസവ ഹൈല രക്തമായിട്ടാണ് കൂട്ടുക എന്ന് നമ്മൾ മിഞ്ഞാനത്തെ ക്ലാസ്സിലൊന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ എങ്ങനെ സംഭവിക്കാം? ഇരട്ട കുഞ്ഞുങ്ങൾ എവിടെ ഉണ്ട്? രണ്ട് കുഞ്ഞ് ഗർഭത്തിലുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, എന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അപ്പൊ ഈ പ്രസവത്തിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഗർഭത്തിലുണ്ട്, ഒരു കുഞ്ഞ് പുറത്തേക്ക് വന്നു. ഇതിന്റെ ഇടയിൽ പുറപ്പെടുന്ന രക്തം അങ്ങനെ സംഭവിക്കാറുണ്ട്. ആ ഇടയിൽ പുറപ്പെടുന്ന രക്തം എന്താണ്? മുമ്പുള്ള രക്തത്തിനോട് ചേർത്താൽ ഹൈലാകുമെങ്കിൽ എന്താകും? അത് ഹൈലാകും. ഉദാഹരണം പറയാ, പ്രസവിക്കുന്നതിന്റെ മുമ്പ് 2-3 ദിവസം മുന്നേ 20 മണിക്കൂർ 23 മണിക്കൂർ രക്തം വന്നിരുന്നു. ശ്രദ്ധിക്കണം. വല്ലാത്ത ജീവിതം തന്നെ ഷിയാബുസവാമൻ. ഏതായാലും നിങ്ങൾ അബുസിനാനുസ്താരങ്ങൾ തുടരാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങളെ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറയാത്തോ. ഞാൻ നിങ്ങളെ സമയം കത്തിർത്തതല്ലേ. ഞാനിങ്ങനെ ഓരോ ചോദ്യം വന്നപ്പോ അതിനനുസരിച്ച് അങ്ങനെ പോയതാണ്. അപ്പൊ പറയട്ടെ. അപ്പം ഒരു പ്രസവത്തിന്റെ മുന്നേ ഒരു 23 മണിക്കൂർ രക്തം വന്നതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗർഭിണിയായ പെണ്ണിനിക്ക് പ്രസവ ഹൈലുണ്ടാവാം. അതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഈ പ്രസവ വേദന പുറപ്പെടുന്നതിന്റെ മുമ്പേ ഒരു 23 മണിക്കൂർ രക്തം കണ്ടീന്, ഒരു 5 ദിവസം മുന്നേ. അങ്ങനെയാണ് ഒരു കുട്ടിനെ അങ്ങോട്ട് പ്രസവിച്ചു. ഒരു കുട്ടിനെ പ്രസവിച്ചു, പിന്നെ 1 മണിക്കൂർ രക്തം ഇങ്ങനെ അത് കണ്ട്, എന്നിട്ടാണ് അടുത്ത കുട്ടിനെ പ്രസവിക്കുന്നത്. എന്നാൽ ഈ ഇടയിൽ കണ്ട രക്തം എന്തല്ല? നിഫാസല്ല, ഇസ്തിഹാലത്തുമല്ല. അത് ഏതിന്റെ ഹുക്കുമിലേക്ക് മാറും? മുമ്പുള്ളതിനോട് ചേർത്താൽ ഹൈലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ 2 ദിവസം മുന്നേ 15 ദിവസം കൂടാതെ 24 മണിക്കൂർ തികയാതെ കുറച്ച് രക്തം പുറപ്പെട്ടെത്തുണ്ട്. ഈ പുറപ്പെട്ടത് എന്തായിത്തീരും? ഹൈലായിത്തീരും. അത് ഇസ്തിഹാലത്താണെന്ന് വിചാരിച്ച പെണ്ണ് നോമ്പ് നോച്ചിരുന്ന്, അത് ഇസ്തിഹാലത്താണെന്ന് വിചാരിച്ച് നോമ്പ് നോച്ചീന്. ആ നോമ്പ് സഹിയായിട്ടില്ലാന്ന് ഈ രക്തം അതിലേക്ക് കൂട്ടൽ കൊണ്ട് ബോധ്യപ്പെടും. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെയും ഉണ്ടാവാം എന്നുകൂടി അറിയിക്കുന്നു. അള്ളാഹു താല ദീർഘായുസ്സാഫിയത്ത് നൽകട്ടെ. നിങ്ങളെ പല ചോദ്യങ്ങളും വരും. ഏതായിരുന്നാലും ഞാൻ മൈക്ക വിട്ടേണ്ട ശേഷം കുറച്ചു സമയം DNT ഒഴിവാക്കിയിരുന്നതാണ്. അത്യാവശ്യം സഹോദരിമാർക്ക് സുബ്ഹാനല്ലാഹ് നമ്മ TKM പൂനൂര് ലാസ്റ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. 30 ചോദ്യം ചോദിക്കാനുണ്ട് പോയത്.
ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മൈക്ക കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാനിപ്പോ പറഞ്ഞ വിഷയത്തോടനുബന്ധിച്ചുള്ള ചോദ്യമല്ല. എൻ്റെ ഒരു അയൽവാസി സ്ത്രീ ഇവിടെ വന്ന് കാത്തിക്കും. അപ്പൊ ഞാൻ KMC കുര്യാടിനോട് എഴുതി ചോദിച്ചിരുന്നു. അപ്പൊ ഉസ്താദ് പോകുന്നതിനോട് ഉസ്താദിനോട് ചോദിക്കട്ടെ വിചാരിച്ചിട്ടാണ്. ഇവിടെ പൂനൂർ ഇഷാഅത്തില് ഒരു അമാന ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, അതായത് പലിശരഹിതമായിട്ട് വീടുകളിലൊക്കെ പോയിട്ട് പൈസ പിരിപ്പിച്ച് സൂക്ഷിക്കാം. ആ വീട്ടുകാർ 2000 രൂപ വരെ അടച്ചാല് അവരൊരു 10,000 വരെ കടം കൊടുക്കും. ആ കടം ആവശ്യമുള്ള സമയത്തൊക്കെ തിരിച്ചടച്ചാൽ മതി, പലിശ ഒന്നും കൊടുക്കണ്ട. അപ്പൊ എൻ്റെ അടുത്തൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്, അയൽവാസിയാണ്. ആ സ്ത്രീക്ക് ഉംറക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ കഴിവ് കുറഞ്ഞ സ്ത്രീയാണ്. അപ്പോൾ അവർ 2000 രൂപ വെച്ചിട്ടുണ്ട്, 10,000 രൂപ അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ പണം വാങ്ങിയിട്ട് ഉംറക്ക് പോകാൻ പറ്റുമോ എന്ന് ആ സ്ത്രീ ചോദിച്ചതാണ്. അപ്പോൾ ഇന്നലെ ഞാനൊക്കെ ഇവിടെ വന്നിരുന്നു, സ്ത്രീ ഇന്നിപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഉസ്താദ് മറുപടി വന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് ഞാൻ പറയാം. കടം വാങ്ങി ഉംറക്ക് പോകാൻ പറ്റുമോന്നാണ് പാക ചോദ്യം, അല്ലേ? അതല്ലേ ഇപ്പൊ ആ ചോദ്യത്തിന്റെ ആകത്തുക. അതായത് പൂനൂർ ഇഷാഅത്ത് നമ്മുടെ സ്ഥാപനമാണ്. നമ്മൾ 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 10,000 രൂപ കടം കുത്തും. അപ്പൊ ആ 10,000 രൂപ കടം വാങ്ങിയിട്ട് ഉംറക്ക് പോവാൻ പറ്റുമോന്നാണ് പാകത്തുക ചോദ്യം, അല്ലേ? TKM പൂനൂർ കേൾക്കുന്നുണ്ടോ? അതല്ലേ ഇപ്പൊ ചോദ്യം? 2000 മുതൽ 10,000 വരെ. നിങ്ങൾ 30 എസ്സരിക്കട്ടെ. കടം വാങ്ങി ഉംറക്ക് പോകുന്നത് കുഴപ്പമൊന്നുമില്ല, നിർബന്ധമില്ലാന്ന് മാത്രം. ജീവിതത്തിൽ ഒരു ഉംറ നിർബന്ധമാണ്, ജീവിതത്തിൽ ഒരു ഹജ്ജും നിർബന്ധമാണ്. അതിനുള്ള നിബന്ധന, നിർബന്ധമാവാനുള്ള നിബന്ധന എന്താണ്? സഹീഹാവാനുള്ള നിബന്ധനയല്ല, നിർബന്ധമാവാനുള്ള നിബന്ധനയാണ് കടം ഇല്ലാതിരിക്കുക എന്നുള്ളത്. കടം ഇല്ലാതിരിക്കുക എന്നുള്ളത് ഹജ്ജും ഉംറയും ജീവിതത്തിൽ നിർബന്ധമാവാനുള്ള നിബന്ധനയാണ്. എന്തല്ല? ഹജ്ജും ഉംറയും സഹീഹാവാനുള്ള നിബന്ധനയല്ല. അപ്പോൾ ഒരാൾ കണ്ടമോനം പൈസ കടണ്ട്, ഈ കടം ഉള്ളതോട് കൂടെ ഒരാൾ പോയി ഹജ്ജ് ചെയ്തു, ഹജ്ജ് സഹിയാകും, ഉംറ സഹിയാകും. അല്ലെങ്കിൽ ഒരാളൊക്കെ തീരെ കാശില്ല, ഒരാൾ പറഞ്ഞതാ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഒരു ഉംറ ചെയ്യാൻ, ഏതായാലും അടുത്ത കൊല്ലാവുമ്പോഴേക്കൊരു 75,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ അത് കിട്ടുമ്പോ അനക്കാണ്ട് തരാം. മനസ്സിലായോ? അത് കിട്ടുമ്പോ അനക്ക് ഞാനത് തരാം. അതിനെ പിന്നീട് പണം തിരിച്ചു കൊടുക്കും, പക്ഷേ പലിശയില്ല. അതന്നെ ഇപ്പൊ കടം വാങ്ങാന്. ഇപ്പൊ കടം വാങ്ങാനാ ഇപ്പൊ ഇങ്ങളേക്കന്ന് ഞാനൊരു 5,000 രൂപ കടം വാങ്ങി, അവധിയാവുമ്പോ അതേ 5,000 ഞാൻ തിരിച്ചു തരുന്നു. ഇതാണിപ്പോ പാകത്തുക ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അടുത്ത കൊല്ലം 75,000 രൂപ എനിക്ക് കിട്ടാനുണ്ട്. പക്ഷെ അടുത്ത കൊല്ലാവുമ്പോക്ക് ഇപ്പൊ എന്റെ അവസ്ഥ എന്താവും? ഇപ്പൊ തന്നെ തീരെ രോഗങ്ങളൊക്കെയാണ്, ഷുഗറും പ്രഷറൊക്കെ അധികമാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഞാൻ അധികമാകുന്നതിന്റെ മുമ്പ് ഒരു ഉംറ ചെയ്തു വരാനാ, ഇതൊരു 50,000 രൂപ കടം കാത്തിക്കാനാണ്. അപ്പൊ ശിഹാബ് സവാമക്ക് അത് തോന്നിയപ്പോ ഭയങ്കര ഒരു അജയഭാവം, ഒരു ഉംറക്ക് പോലെ കമ്പല്ലേ. ശിഹാബ് സവാം എന്ത് ചെയ്തു? 50,000 രൂപ കടം തന്ന്. ഞാൻ ഈ 50,000 രൂപ കടം വാങ്ങിയിട്ട് ഉംറക്ക് പോയി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ അത് നിർബന്ധമില്ല, അത്രയേ ഉള്ളൂ. ആ ചെയ്ത കാര്യങ്ങൾ ഷീമക്കാമന്റെ കുടുംബം കേൾക്കണമെങ്കിൽ അതൊന്നും ഇക്കാതാക്കി വെക്കണ്ട, കൊടുക്കാണ്ട്. പക്ഷെ ശിഹാബ് സവാമനോട് അടുത്ത 10-ാം തീയതി ഞാൻ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ കടം വീട്ടാതെ എന്റെ കയ്യിൽ 50,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഈ മസല രതിക്കാൻ തിരിയാനാണ്. ഈ 50,000 രൂപ കടം വീട്ടാതെ ശിഹാബ് സവാമനോട് മുണ്ടാതെ ഞാനത് പോയി ഉംറക്ക്. ഇവിടെ വാസ്തവത്തിൽ അവധി ഇറങ്ങിയ കടം വീട്ടാതെയാണ് ഈ വ്യക്തി ഹജ്ജിന് പോയത്, അതല്ലെങ്കിൽ എങ്ങോട്ട് പോയത്? ഉംറക്ക് പോയത്. ഇവന്റെ ഹജ്ജും ഉംറക്കും സഹിഹ, പക്ഷെ ഇവൻ നിർബന്ധമില്ലാത്ത കാര്യമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട TKM പൂനൂർ എന്ന ഐഡിയയിലുള്ള സുഹൃത്തിന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ പലിശ ഒന്നുമില്ല. 10,000 രൂപ നമ്മുടെ
പൂനൂർ ഇശാഅത്തിലുള്ള അമാന ട്രസ്റ്റ് കഥ അയച്ചു കൊടുക്കുകയാണ് ഉംറക്ക് പോവാൻ. ആ കാശ് കൊണ്ട് ഉംറക്ക് പോവാൻ പറ്റുമെന്നാണ് ചോദ്യം. ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ അങ്ങനെ ഒരു കടം വാങ്ങി ഉംറക്ക് പോവണം എന്ന നിബന്ധന ഇസ്ലാം വെച്ചിട്ടില്ല. കടൊന്നും ഇല്ലെങ്കിലേ ജീവിതത്തിൽ ഉംറ നിർബന്ധമാവുള്ളൂ. ഒരു ജീവിതത്തിൽ ആഗ്രഹം ഇനി അത് കൊടുത്ത് വീട്ടാനുള്ള ഒരു കഴിവും ശേഷിയൊക്കെ ഉണ്ട് എന്ന് ഈ കടം വാങ്ങുന്നവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് കടം വാങ്ങി ഉംറക്ക് പോകുന്നത് കൊണ്ട് യാതൊരു വിരോധമില്ല, അള്ളാഹു സ്വീകരിക്കും. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പിന്നെ അവരൊരു മസാല ഞാൻ ആ സഹോദരി കേൾക്കുന്നുണ്ട് എന്ന നിലക്ക് പറയാണ്. ആ സഹോദരി കേൾക്കുന്നുണ്ട് എന്ന നിലക്ക് പറയാണ്. അൽഹംദുലില്ലാ, മനസ്സിലായല്ലോ ഇൻഷാ അല്ലാഹ്. കേൾക്കുന്നുണ്ട് എന്ന നിലക്ക് ആ പെണ്ണിന് ഉംറ നിർബന്ധമാവാൻ ഒരു നിബന്ധന കൂടിയുണ്ട്. വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനോ ഭർത്താവോ വിശ്വാസയോഗ്യമായ 3 അല്ലെങ്കിൽ റംലി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം 2 സ്ത്രീകൾ ഉണ്ടെങ്കിലേ അവരെ യാത്ര പുറപ്പെടാൻ പറ്റുള്ളൂ. നിർബന്ധമാവുള്ളൂ. ഇനി നിർബന്ധമായ ജീവിതത്തിൽ തീരെ ചെയ്യാത്തതാണെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. അല്ലാഹു തആല ആ സഹോദരിക്ക് നല്ല നിലയിൽ പോയി ഉംറയും റസൂലുള്ളാഹിന്റെ മദീനയും എല്ലാം സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക ഓതുന്നു. ആരെങ്കിലും ഒന്ന് മൈക്കയിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇതുവരെ പറഞ്ഞതൊക്കെയും നമ്മൾ കഴിവിന്റെ പരമാവധി പിഴവൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് തിരുത്താനുള്ള അവസരം നൽകുമാറാവട്ടെ. അവസാനമായി എൻ്റെ ക്ലാസ് റൂമിലുള്ള ഉസ്താദന്മാരോട് ഞാൻ ഒരു ചെറിയ ഉപദേശം നൽകുകയാണ്. അത് ഞാൻ ഉപദേശമല്ല, നമ്മൾ തമ്മിൽ ഉസ്താദന്മാർ തമ്മിൽ പങ്കുവെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മതപരമായ ഒരു ഇസ്ലാമിക നിയമമാണ് എന്ത്? ഒരു മഹല്ലത്തിൽ, ഒരു രാജ്യത്ത് ദീനിയായ എല്ലാ മസ്അലകളും പറഞ്ഞു കൊടുക്കാൻ പറ്റാകുന്ന ഒരു പണ്ഡിതൻ ഒരു രാജ്യത്ത് ഉണ്ടാവൽ ഫർളു കിഫയാകുന്നു. എങ്ങനെ? എല്ലാ മസ്അലയും പറഞ്ഞു കൊടുക്കാൻ പറ്റാകുന്ന, ചോദിക്കുമ്പോഴേക്കത് പറയാനല്ല, ഒന്നിരിക്കെ ചോദിക്കുമ്പോഴേക്കത് പറഞ്ഞു കൊടുക്കാൻ, അതല്ലെങ്കിൽ കിതാബ് നോക്കിയിട്ട്, അതല്ലെങ്കിൽ പറ്റാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ചിട്ടെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഒരു രാജ്യത്തുണ്ടാവൽ ഒരു രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ കടമയാണ്. അതിന് പറ്റാകുന്ന ഒരാളും ആ രാജ്യത്തില്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും കുറ്റക്കാരാകും. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചോക്കാൻ, നമ്മുടെ ഓരോ നാട്ടിലെ അവസ്ഥ ആരുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരം മസാലകളൊക്കെയും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സഹോദരിമാരുള്ള ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവിന്റെ പരമാവധി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സഹോദരിമാരൊക്കെ വിളിച്ചു വരുത്തി ഇത്തരം ക്ലാസുകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളൊക്കെ സന്നദ്ധത കാണിക്കണം. അപ്പോഴേ നമ്മുടെ ഉത്തരവാദിത്തം നിറവേറുകയുള്ളൂ എന്ന് ഒരു ഉപദേശമല്ല, നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായം പങ്കുവെക്കുകയാണ് എന്നും ഉണർത്തി ഞാൻ തൽക്കാലം മൈക്കവിടുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ശുക്രൻ യാ ഉസ്താദ്, ജസാക്കല്ലാഹു ഖൈറൻ ജസാ. ഒരുപാട് നേരമായി ഉസ്താദ് ഇപ്പോൾ എന്നൊക്കെ 3-4 ദിവസമായി പുതിയൊരു വിഷയം നമുക്ക് പറഞ്ഞു തന്നു. സ്ത്രീകൾക്ക് സംബന്ധമായ മസലകളും പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിൻ്റെ ജോലി ഇൽമിൽ അള്ളാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം നമ്മോടൊപ്പം ഈ ക്ലാസ് റൂമിൽ ഒരുമിക്കാനും നല്ല നല്ല ഉദ്ദേശങ്ങൾ തരാനും നല്ല നല്ല ക്ലാസ്സുകൾ തരാനും അത് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് അമൽ ചെയ്യാനും കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും ഉസ്താദിനും ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന് ഉമ്മാക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞിരുന്നു. റബ്ബ് സുബ്ഹാനഹു എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ, ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദി പഠിപ്പിച്ചിരുന്ന അൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് എത്രയോ പേര് പാവങ്ങൾ ഇത് കേട്ടിട്ട് എത്രയോ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എത്രയോ പേർക്ക്, ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇൽമിൻ്റെ ഫലം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മയുടെ രോഗം എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ഷിഫ നൽകുമാറാകട്ടെ, ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇനി ഒരുപാട് കാലം ആ കുട്ടികളുടെയും കൊച്ചുമക്കളുടെ ഒപ്പം ആ ഉമ്മാക്ക് ജീവിക്കാൻ അല്ലാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടെ ഉസ്താദ് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നമ്മുടെ സൈറ്റിൽ നമ്മുടെ അരിക്കാട് അഷ്റഫൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ആവശ്യമുള്ളവർ
നമ്മുടെ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഇനി എപ്പോഴും ഉസ്താദിന് അങ്ങനെ PM ചെയ്ത് കഴിഞ്ഞാൽ ഉസ്താദിന് മറ്റുള്ളൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്ലാസ് കഴിഞ്ഞ ശേഷം ഉസ്താദിന് നമ്പറുള്ളവർ ഉസ്താദിനെ വിളിച്ച് ചോദിച്ചാൽ ഉസ്താദിന് സമയമുള്ള സമയത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു തരും. അതുപോലെ ഉസ്താദ് പറഞ്ഞ പോലെ നെറ്റിൽ നിന്ന് ആരും വിളിക്കാതിരിക്കുക, അത് ബുദ്ധിമുട്ടാണ്. കട്ടായും കൊണ്ടും മസലകൾ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, കട്ട് കാരണം ശരിക്ക് കേൾക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മൊബൈലിൽ നിന്ന് തന്നെ കാശ് കയറ്റിക്കൊണ്ട് വിളിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. റേഡിയോ ശ്രോതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അബൂസിന ഉസ്താദ് പോയാ ഉസ്താദ് അതുണ്ടായിരുന്നു. അതുപോലെ എത്രയോ പലരും അതുപോലെ ഇപ്പം ഈ പറഞ്ഞൊരു വിഷയം മറ്റേ ബീജം ഉസ്താദത്തിന് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇതാണ് ദിവസത്തോടെ. അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാരും ഇൻവൈറ്റ് ചെയ്ത് റൂമിൽ എത്തിക്കുക. ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ദിവസത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.